ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി എം.ഒ. ജോണിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് വ്യാപാര ഭവനിൽ വെച്ച് എം.ഒ. ജോണിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ യോഗത്തിൽ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന വ്യാപാരികളെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സമിതിയുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹവും അതേമാതിരി തന്നെ നമ്മുടെ ജോർജ് ഏട്ടനുമാണ് കാര്യമായി തന്നെ അന്ന് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഈ രണ്ട് വ്യക്തികളാണ് കേരളത്തിലെ എല്ലാ വ്യാപാരികളെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി തുനിഞ്ഞതും അതിനുവേണ്ടി പരിശ്രമിച്ചതും അത് നടപ്പായതും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട എം.ഒ. ജോൺ അവരുടെ കാലഘട്ടത്തിലാണ്. തൃശ്ശൂരിലെ അരിയങ്ങാടി സമരം 56 ദിവസം പീടികകൾ അടച്ചിട്ടുകൊണ്ട് സമരം നടത്തിയതിനെ തുടർന്നാണ് ഇന്ന് ഏകോപന സമിതി ഇത്രയും ശക്തമായ രീതിയിലേക്ക് വന്നത്. കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിർത്താനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാനും അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് എം.ഒ. ജോൺ. കേരളത്തിൽ 14 ജില്ലകളിലായി 10 ലക്ഷം വ്യാപാരികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. തൃശൂർ അരിങ്ങാടിയിൽ 56 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് എം.ഒ. ജോണിന്റെ കാലഘട്ടത്തിലായിരുന്നുവെന്ന് അജിത് മല്ലയ്യ പറഞ്ഞു. സി.എ. ഷംസുദ്ദീൻ, പ്രശാന്ത് മല്ലയ്യ, അബൂബക്കർ, കെ.വി. ഡേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.